ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് മൂന്നാറിൽ നിന്ന് വട്ടവടയിലോട്ടാണ് പോകുന്നത്. 2-3 ദിവസമായിട്ട് അവിടെയാണല്ലോ കറക്കം. അങ്ങനെ ഞങ്ങൾ വട്ടവട കവാടത്തിലെത്തി കഴിഞ്ഞു കേട്ടോ. തിരക്ക് കണ്ടോ എൻ്റെ അമ്മോ, എന്താ തിരക്ക്, ബ്ലോക്ക്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക്. ഞാനൊരു 15 മിനിറ്റ് ബ്ലോക്കിൽ കിടന്നിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം നമ്മളിനി പോകുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും ചെറിയ നാഷണൽ പാർക്കായ നമ്മുടെ പാമ്പാടുംചോല നാഷണൽ പാർക്കിൽ കൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ. ഈ യാത്ര അതിമനോഹരമായിരിക്കും എന്നാണ് എൻ്റെ അനിയൻ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിലെ കൂടെ പോകുന്നത്. ഫസ്റ്റ് ടൈം. മൂന്നാറാണ് ജനിച്ചത് വളർന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. വട്ടവടയൊക്കെ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ ബ്ലോക്കിൽ നിന്ന് മാറി പോകുമ്പോഴത്തേക്കും വിജനമായിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. വണ്ടികൾ കുറയും തോറും നമുക്ക് ശരിക്കും ഈ കാടിൻ്റെ ഒരു വന്യത നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ സൗണ്ടും പച്ചപ്പും എല്ലാം നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത് കേട്ടോ. എനിക്ക് ഈ വഴിയൊന്നും അറിയാത്തതുകൊണ്ട് എൻ്റെ അനിയൻ കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. കഥയൊക്കെ കേട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ഇഷ്ടം പോലെ റൈഡേഴ്സാണ് കൂടുതലും ഈ വഴിയിൽ ഞങ്ങളുടെ കൂടെ കൂട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ പാമ്പാടുംചോല നാഷണൽ പാർക്ക് നമ്മുടെ കൊടൈക്കനാൽ അതിർത്തി, തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ കയറി കേരളത്തിൽ കൂടെ ഇറങ്ങുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ഈ വട്ടവടയിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്ന വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ കാട്ടുപോത്ത്, കടുവ, ആന, സിംഹവാലൻ, കുരങ്ങ്, പിന്നെ ഇവിടെ കാട്ടുപ്രാവ് ഉണ്ടെന്ന് അതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ ഇന്ത്യൻ കാട്ടുനായുണ്ട്. അങ്ങനത്തെ റെയർ സ്പീഷീസ് ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അമൂല്യമായിട്ടുള്ള സസ്യങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇതാണ് മെയിൻ പ്ലേസ്, കാട്ടുപോത്തിൻ്റെയൊക്കെ മെയിൻ പ്ലേസ്. ഈ റോഡ് നല്ല അടിപൊളിയാണ്. കാരണം അപ്പുറം ഇപ്പുറമൊക്കെ പുൽമേടുകളും മലനിരകളും കൊണ്ട് ഒരു ശരിക്കും നമ്മളേതോ ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയൊരു ഫീല് തരുന്ന ഒരു ചെറിയൊരു റോഡാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഈ പോകുന്നത്. കണ്ടോ, ഈ യാത്ര ആസ്വദിക്കാൻ ശരിക്കും ബൈക്ക് തന്നെയാണ് നല്ലത്. നമുക്ക് ബൈക്കിൽ പോയാൽ ഈ ഒരു ഫീല് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് മേലോട്ട് പോകുന്നത് ശരിക്കും ആകാശത്തിലോട്ട് മേഘങ്ങളെ തൊടാൻ പോകുന്ന പോലെയായിരുന്നു ഈ റൈഡ്. നല്ല സ്പീഡിലാണ് ബൈക്ക് ഓടിച്ചത് ആ സമയത്ത്. ഞാൻ ചോദിച്ചവരോട്, നീ എന്തിനാണ് ഇത്രയും സ്പീഡിൽ ഓടിക്കുന്നതെന്ന്. അപ്പം പറഞ്ഞു, ചേച്ചി കട്ടറില്ലാതെ ഇത്രയും റോഡ് മാത്രമേ ഉള്ളൂ, ഈ റോഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് കട്ടറിലോട്ടാണ് പോകുന്നത്, അപ്പം അതിലങ്ങ് റേസ് ചെയ്ത് ഓടിക്കാന്ന്. അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി നിർത്തരുത്, ഈ കുഴിയിലോട്ട് ഇറങ്ങരുത്, ഇവിടെയൊക്കെ ചതുപ്പ് സ്ഥലങ്ങളാണ്, ഇവിടെ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. പക്ഷെ നിർത്തി ഒന്ന് ആസ്വദിക്കാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരുന്നതും കാട്ടുപോത്തുകളൊക്കെ നെയ്യുന്നതും അടിപൊളി ഒരു സീനറിയാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ ആ സമയത്ത്. എനിക്ക് ആ സമയത്ത് അവിടെ പോകാൻ പറ്റിയില്ല, വെച്ചാൽ മഴയായിരുന്നു, നല്ല മഴ. പിന്നെ ഞാൻ എവിടെ പോയാലും മഴയെ കൊണ്ടേ പോവുള്ളൂ, എന്ത് കാര്യത്തിന് പോയാലും മഴയാണ്. അങ്ങനെ രാവിലെ ഉച്ച വരെയുള്ള സമയം, അത് കഴിഞ്ഞ് മഴ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നു കയറിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം, അതുകൊണ്ട് രാവിലത്തെ ആ ഷൂട്ടൊന്നും എനിക്ക് നടന്നില്ല. നമ്മൾ നമ്മുടെ യൂക്കാലിസിൻ്റെ തോട്ടത്തിൽ കൂടെയാണ്. ഇതും കാണാൻ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ. ആ പോകുന്ന റോഡ് യൂക്കാലിസ് കൊണ്ട് നിറഞ്ഞ് കാണാം. ഇവിടെ പുല്ലൊന്നുമില്ല, ഇപ്പം കാട്ടുതീ പിടിച്ച് ഇവിടുത്തെ പുല്ലൊക്കെ പോയെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു വൈബ് സൂപ്പറായിരുന്നു കേട്ടോ. ഇത്രയും ദൂരം, അതായത് ഓരോ സ്ഥലത്ത് ഓരോ ഫീലിങ്സും ഓരോ എക്സ്പീരിയൻസും ആണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ട്രാവലിംഗ് ആയിരുന്നു ഈ ചെറിയൊരു പാമ്പാടുംചോല നാഷണൽ പാർക്കിൽ കൂടെയുള്ള യാത്ര.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പാമ്പാടും ജോലിയോടുള്ള യാത്ര ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ